നമസ്കാരം. നമ്മുടെ പാലക്കാട് ജില്ലയിലെ തിരുമറ്റക്കോട് പഞ്ചായത്തിലെ ഒഴുവത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. എൻ്റെ കൂടെയുള്ളത് മിസ്റ്റർ ശ്രീകാന്ത്. ഇവൻ നമ്മുടെ ചാത്തന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഒഴുവത്ര വടക്കത്ത്. അച്ഛൻ്റെ പേരെന്താ? കൃഷ്ണകുമാർ അല്ലേ? കൃഷ്ണകുമാറിൻ്റെ മകനാണ് ഇദ്ദേഹം. കഴിഞ്ഞ ദിവസം ഇവിടെ ഈ കുളത്തിൽ മുങ്ങി താഴ്ന്ന 2 ജീവനുകളാണ് രക്ഷിച്ചത്. ഒന്ന് അവൻ്റെ അമ്മയും അതുപോലെ തന്നെ അമ്മാവൻ്റെ മോള് രണ്ടാമത്തെ ആൾ. ഈ 2 പേരേനെ രക്ഷിച്ച വിവരം ശ്രീകാന്ത് തന്നെ നമ്മളോട് വിശദീകരിക്കും. ശ്രീകാന്ത്, എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ ദിവസം? അവര് കുളം കാണാനാ പറഞ്ഞു ഇങ്ങോട്ട് വന്നു. അപ്പൊ അവര് ഇങ്ങനെ വന്നു, തോട് കടന്നു ഇവിടെ വന്നു. ഇവർക്ക് കുളിക്കണമെന്നുണ്ടായി. അപ്പൊ ഇവര് കുളിച്ചു ഇറങ്ങി. ആദ്യം വന്ന് നീന്തി നീന്തി എന്നിട്ട് ഇങ്ങോട്ട് കയറി. അപ്പൊ ഞാന് അവിടെ നിന്ന് വരണ്ടേ. അപ്പൊ ഇവര് പിന്നെ നീന്തിയപ്പോ ഇവര് ഞാൻ ഏകദേശം അവിടെ എത്തിണ്ടായി. അപ്പൊ അവര് പറഞ്ഞു വേമായ പറഞ്ഞു. ഞാൻ വരുമ്പോഴത്തേനും ഇവര് ഇങ്ങനെ മുങ്ങി താന്നുകൊണ്ടിരിക്കാം. വേമ വന്ന് ചാടിയുണ്ട്. എന്നിട്ട് ചാടി ആദ്യം ചേച്ചീനെ കയറ്റി. അപ്പത്തിന് അമ്മ ഒരു ഏകദേശത്തിലൊക്കെ എത്തി. അപ്പത്തിന് പിന്നെ അമ്മേനെ വലിച്ചു കയറ്റി. അപ്പത്തിന് എന്റെ മാമനൊക്കെ അവിടുന്ന് വന്നു. മാമ വന്ന് വെള്ളം കുടിച്ചൊക്കെ വെള്ളം തട്ടിയിട്ട് കളഞ്ഞു. എന്നിട്ട് അപ്പത്തിന് ആശുപത്രി ഈ വഴി അങ്ങനെ കൊണ്ടുപോയി. അപ്പൊ അതിന് കാറൊക്കെ വന്നു. അപ്പൊ ഇത് കൂടെ അങ്ങോട്ട് ആശുപത്രി കൊണ്ടുപോയി. ഇവിടെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്ത് നമുക്കറിയാം, പ്രത്യേകിച്ച് വെള്ളത്തിൽ മുങ്ങിയിട്ടുള്ള ആളുകളെ രക്ഷിക്കുന്ന സമയത്ത് ആ രക്ഷിക്കുന്ന ആൾ അവരുടെ സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് രക്ഷിക്കാത്ത കാരണം കൊണ്ട് തന്നെ പലപ്പോഴും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരും കൂടി മുങ്ങി താഴുന്ന, അവരുടെ ജീവൻ കൂടി നഷ്ടപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അറിയാം. ഇവിടെ ശ്രീകാന്തിൻ്റെ അവസരോചിതമായ ഇടപെടലും അതുപോലെ തന്നെ എന്താ പറയുക, ഈ കൃത്യമായിട്ട് ആ ഒരു ഇടപെട്ട രീതിയുമാണ് ഈ ഇവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാരണമായത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരാൾ വെള്ളത്തിൽ മുങ്ങി താഴുകയാണെന്നുണ്ടെങ്കിൽ ആ മുങ്ങി താഴുന്ന ആളുകളുടെ ശരീരത്തിൽ നമ്മൾ പോയി പിടിച്ചു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളതിനെ പിടിക്കും. അങ്ങനെ വരുമ്പോൾ ആ 2 പേരും മുങ്ങി താഴുന്ന ഒരു സാഹചര്യം വരും. ശ്രീകാന്ത് ഈ ആദ്യം തന്നെ രക്ഷപ്പെടുത്തിയ ആ പെൺകുട്ടിയുടെ ഡ്രസ്സാണ് പിടിച്ചു തോന്നുന്നു അല്ലേ? ഡ്രസ്സ് പിടിച്ചിട്ട് അവർക്ക് പിടി കൊടുക്കാത്ത രീതിയിൽ വലിച്ചു കൊണ്ടുവന്നു. ഇത്രയും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം ശ്രീകാന്തിൻ്റെ വലിപ്പം കണ്ടോ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സുള്ള ഒരു പയ്യനാണ് അവൻ. എന്താ പറയുക, അവരുടെ ശരീരം, അവരുടെ കയ്യോ അല്ലെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് വരാത്ത രീതിയിൽ ആ ഡ്രസ്സ് പിടിച്ചിട്ട് വലിച്ചു കൊണ്ടുവന്നതാണ് അവരെ രക്ഷപ്പെടുത്താനും ശ്രീകാന്ത് സ്വന്തം അപകടത്തിൽ പെടാതിരിക്കാനും കാരണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്വന്തം അമ്മ അപ്പുറത്ത് അപകടത്തിൽ പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ മനോധൈര്യത്തോട് കൂടിയിട്ട് ഈ സന്ധ്യേനെ രക്ഷിച്ചത് എന്നുള്ളതാണ് വേറൊരു കൗതുകവും അത്ഭുതകരമായ ഒരു കാര്യം. അത് കഴിഞ്ഞിട്ട് ഇവരേനെ കരയ്ക്ക് അടുപ്പിച്ച് ഇവിടെ കരയ്ക്ക് നിൽക്കുന്ന മറ്റ് 3 പേര്, അതായത് ഒരു മുതിർന്ന സ്ത്രീയും അതുപോലെ തന്നെ 2 കുട്ടികളും, ഇവർക്ക് ആർക്കും നീന്തൽ അറിയില്ല. അപ്പോൾ അവരുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് എന്ത് ചെയ്യാണ്, ശ്രീകാന്ത് വീണ്ടും ചാടിയിട്ടാണ് അമ്മേനെ രക്ഷിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ചെറിയ പയ്യനാണ് ചെയ്തത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും എന്താ പറയുക, നമ്മളെല്ലാവരെയും പിന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര അത്ഭുതം തോന്നുന്ന ഒരു കാര്യം. എന്തായാലും ഈ 2 ജീവനുകളും, ശരിക്കും പറഞ്ഞാൽ 3 ജീവൻ, സ്വന്തം ജീവൻ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് പിന്നെ 2 പേരെ രക്ഷിച്ച ശ്രീകാന്തിന് ഈ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് തന്നെ അഭിനന്ദനം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത് കൂടെയാണ് വെള്ളം വന്നിട്ട് അല്ലേ, ഇങ്ങനെ വെള്ളം ഒലിച്ചു ചാടി ഇങ്ങനെ പോവാണ് അല്ലേ, ആ ഭാഗത്തു കൂടെ ഇങ്ങനെ പോവാണ് അല്ലേ. ഈ കുളത്തിൽ ഇതിന് മുമ്പേ പിന്നെ എന്താ പറയുക, ആരോ മരിച്ചിട്ടുണ്ട് പറയണു അല്ലേ, പോത്തും ഒരാളും അല്ലേ, അതിനെ കഴുകാൻ വേണ്ടി വന്നപ്പോൾ അങ്ങനെ മരിച്ചതാവണു അല്ലേ. ഇതിൻ്റെ പേരെന്താ ഈ കുളത്തിൻ്റെ? കക്കുളം. അതായത് ഒഴുവത്രയിൽ പുതലിപ്പുറത്തേക്ക് പോകണ വഴിയിൽ, തിരുമറ്റക്കോട് പഞ്ചായത്തിൽ ഒഴുവത്രയിൽ പുതലിപ്പുറത്തേക്ക് പോകണ വഴിയിൽ ഉള്ളിലേക്കായിട്ട് പാടത്തിലുള്ള കുളമാണ് അല്ലേ, കക്കുളം.